ലോകമെമ്പാടുമുള്ള എൻ്റെ മലയാളി വാഹനപ്രേമികൾക്ക് എൻ്റെ വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കൊക്കെ പറ്റാവുന്ന നല്ല മൾട്ടി പർപ്പസ് പോളിഷാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ കണ്ടാലോ? വേഗം വിട്ടോ. ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നിങ്ങൾ പൈസ വാങ്ങിക്കൊണ്ട് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാനും അത് ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് തന്നെ പറയാനുള്ള കോൺഫിഡൻസും ധൈര്യവും നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ സാരിയും ചുറ്റി ബസ് സ്റ്റാൻഡിൽ പോയിരുന്നോ, നിങ്ങൾക്ക് പറ്റിയ സ്ഥലം അതാണ്. വണ്ടി വെട്ടിത്തിളങ്ങണമെങ്കിൽ ഈ ഒരു സംഭവം കണ്ട, ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഗുഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഗുഡ് ഓർ ബാഡ് തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് നമ്മളെല്ലാം വാഹന പ്രേമികളാണ്. നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആളാണ്. അതായത് ബൈക്കായാലും കാറായാലും അല്ലെങ്കിൽ സ്കൂട്ടി ആയാലും ഏതെങ്കിലും ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ മൊത്തം. അപ്പൊ നമ്മുടെ നാട്ടില് റോഡിനെ പറ്റി നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതുപോലെ തന്നെ അന്തരീക്ഷത്തിനെ പറ്റിയും അറിയാം. നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ വണ്ടി നല്ല വെട്ടി തിളങ്ങാനായിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത്തരത്തിലൊരു പോളിഷാണ്. ഇതിന്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് മൾട്ടി പർപ്പസ് പോളിഷ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മുടെ വണ്ടിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ, അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡി, അതിന്റെ ഫൈബർ പാർട്സ്, ഇതൊക്കെ നമുക്ക് നല്ല രീതിക്ക് വെട്ടി തിളങ്ങിപ്പിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൂടെ വേണം. വെറുതെ അങ്ങനെ വെട്ടി തിളങ്ങുമെന്ന് പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ ടെസ്റ്റിംഗ് പീരീഡിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് ഹാർദമായിട്ടുള്ള സ്വാഗതം. ഈ വീഡിയോ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണണം. എന്നാലേ നമുക്ക് നിങ്ങളുടെ വണ്ടി എത്രത്തോളം ഷൈനാക്കി ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴും ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എത്രത്തോളം എഫക്റ്റ് ആണെന്നുള്ള കാര്യം, എല്ലാ കാര്യവും. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ വാങ്ങണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ വാങ്ങണം, ഏതൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെസ്റ്റിംഗ് പീരീഡിലോട്ട് പോയാലോ? പറഞ്ഞ് ബോറടിപ്പിക്കാതെ വാ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കാറിൻ്റെ ടയറാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് ടയറിൻ്റെ പർപ്പസിലൊക്കെ ചളി പിടിച്ച് നല്ല ഒരു എന്താ പറയുക, അത്യാവശ്യം ചളിയായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നാലേ നമുക്ക് ബാക്കിയുള്ള ഭാഗവും ഈ ഭാഗവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്താണ് കുറച്ച് നമ്മൾ അടിച്ചിരിക്കുന്നത്. ടയർ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള സാധാ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഈ തുണിയിലും ഞാൻ കുറച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയിലും ജസ്റ്റ് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം തുടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ആവുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒന്ന് നോക്കിയാൽ നിങ്ങൾ ആ ടയർ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആകുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം നോക്കുമ്പോൾ ആ തുടച്ച ഭാഗവും ഈ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഈ ഒരു തുടച്ച ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ ഷൈനിങ് നിങ്ങൾക്ക് കാണാനുണ്ട്. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ നോക്കിയേ, കംപ്ലീറ്റ്ലി പൊടി പിടിച്ചിട്ടാണ് ഉള്ളത്. അപ്പം മേലത്തെ ഭാഗം നല്ല രീതിക്ക് ഷൈനിങ് ഉണ്ട്. അപ്പം നമ്മൾ തുടച്ച് ആ ഒരു ക്ലീൻ ആക്കിയ ഭാഗം അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം അത്യാവശ്യം നമുക്ക് കാണാം ഇപ്പോൾ ഷൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ കണ്ടു വീഡിയോയിൽ എങ്ങനെയാണെന്ന്. ഞാൻ തള്ളി പറയുന്നതോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം നമുക്കിനി നെക്സ്റ്റ് പരിപാടി നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ബൈക്കിൻ്റെ ടയറിലാണ് കേട്ടോ. ബൈക്കിൻ്റെ ടയറും നല്ല രീതിക്ക് ചളി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ടയർ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ചളിയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ പതിയെ കുറച്ച് ഭാഗം മാത്രം നമ്മളിങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടയറിലും തന്നെ നമ്മൾ കുറച്ച് ഭാഗം വിടുന്നുണ്ട് കേട്ടോ, കംപ്ലീറ്റ്ലി അടിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തുണി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തുടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ വേറെ ക്യാമറ എടുക്കാനൊന്നും ആരുമില്ല, ഒറ്റക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസ്ക് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ആ ഒരു വ്യത്യാസം കണ്ടോ. നിങ്ങൾ ആ തുടക്കുമ്പം തന്നെ ആ മറ്റേ ഭാഗമുള്ളതും അതുപോലെ തന്നെ നമ്മൾ തുടച്ച ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കണ്ട. ഈ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ്ലി ആ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പുറം നോക്കിയേ, നല്ല രീതിക്ക് തന്നെ ടയർ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് എത്രത്തോളം ഉള്ളതാണെന്ന് നിങ്ങൾക്ക് പക്ക നാച്ചുറലായിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ടെസ്റ്റും കൂടി നമുക്ക് നടത്താം. അപ്പോൾ ഇത് നമ്മുടെ സ്കൂട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡിയൊക്കെ നിങ്ങൾ കണ്ടോ, ഈ ഒരു ഫൈബർ പാർട്സൊക്കെ കംപ്ലീറ്റ്ലി പൊടിയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി പൊടി പിടിച്ച് ആകെ മങ്ങി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലാണ് നമ്മുടെ മെയിൻ ടെസ്റ്റ് കേട്ടോ. ഈ സംഭവത്തിന് വേണ്ടിയാണ് നമ്മളിത് മസ്റ്റായിട്ട് നമ്മൾ വാങ്ങിയത് തന്നെ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നൈസായിട്ട് നമുക്ക് മുകളിൽ നിന്ന് തന്നെ അടിച്ച് തുടങ്ങാം. ഇവിടെയൊക്കെ നല്ല രീതിക്ക് വെയിൽ കൊണ്ട് മങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ കളറൊക്കെ പോയി, ആ ബ്ലാക്ക് കളറാണ് ശരിക്കും, അതൊക്കെ പോയി ഒരു ഗ്രേ കളർ പോലെ ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി.
അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കംപ്ലീറ്റ് നല്ല രീതിക്ക് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാം. എത്രത്തോളം നമുക്ക് നോക്കാം ഇതിൻ്റെ റിസൾട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം. ഇനി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒരു ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വലിയ ഇതുള്ള തുണിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ തുണിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ വണ്ടി കഴുകുന്ന തുണിയൊന്നും എടുത്തിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരു സാധാരണ തുണി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് നൈസായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫൈനലി നമുക്ക് നോക്കാം എത്രത്തോളം ബോഡിയിൽ ഇത് എഫക്റ്റാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി നമ്മൾ വരച്ചു കൊടുക്കുക. ഒരുപാട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് അപ്ലൈ ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം പിന്നെ ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച റിസൾട്ടും കിട്ടില്ല. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലേശം നമ്മളെന്താ പറയുക, അത്യാവശ്യ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല സംഭവം ഉള്ളത്. അത്യാവശ്യം ഒരു റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവം. നിങ്ങളൊന്ന് നോക്കിയേ, കണ്ടോ? നേരത്തെ ഇരുന്ന പോലെയാണോ ഇപ്പം ബോഡി ഉള്ളത്? ഒരിക്കലുമല്ല. നല്ല രീതിക്കുള്ള മാറ്റം നമുക്കിതിൽ കാണാനുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതിൻ്റെ ടയറുണ്ട്. നമ്മുടെ ടയർ മുന്നേ കാണിച്ചതാണ് വേറെ വണ്ടിയുടെ. ഇപ്പോൾ ഈ സ്കൂട്ടറിൻ്റെയും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ആദ്യമുള്ള റിസൾട്ട്, ആദ്യമുള്ള സംഭവം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. ഇനിയിപ്പോൾ ഇത് നൈസായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എത്രത്തോളം എഫക്റ്റാണെന്നുള്ള കാര്യം. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ഗുണമുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. അപ്പം നിങ്ങൾക്കൊരു സംഭവം നമ്മൾ തരുന്നുണ്ടെങ്കിൽ അത് പക്കാ നാച്ചുറലായിട്ടുള്ള സാധനം തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇവിടെയും ഓക്കെ, നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ നോക്കിയേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ഒരു പഴയ ആ ഒരു സർഫസും ഇപ്പോഴുള്ള നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിയേ. നല്ല പക്ക ക്ലിയർ ആയിട്ടില്ല ആ ഒരു ഭാഗം. ഇവിടെയൊക്കെ ചളി പിടിച്ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു ടയറിലും ഈ ഒരു സംഭവം ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ അകത്തും ആ ഒരു ഷൈനിങ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാനുണ്ട്. നമ്മൾ കുറച്ച് നമ്മളിത് പോളിഷ് ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങളിലും പരിശോധിച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ ചെരുപ്പിൽ ചെയ്തപ്പോഴും അത്യാവശ്യം നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഏതോ ചെരുപ്പ് പോളിഷ് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും അല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സിലിണ്ടറിൻ്റെ മുകളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സിലിണ്ടർ അടക്കം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ആക്കി നോക്കുന്നുണ്ട്. കാരണം ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപ്പിളക്കി നോക്കുന്ന സ്വഭാവമാണ് നമ്മുടേത്. കംപ്ലീറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യുക, എന്നിട്ടേ നിങ്ങൾക്കത് പറഞ്ഞു തരുള്ളൂ. അപ്പം ഈ ഒരു സിലിണ്ടറിൻ്റെ വാല്യൂ നമുക്ക് കാണാം, അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ആവുന്നുണ്ട്. ആ എഴുത്തൊക്കെ തെളിഞ്ഞു വന്നു. അതിൻ്റെ മേലെയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ പോയി പക്കാ നീറ്റായിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ എല്ലാം ഓക്കെയാണ്. പക്ഷേ മിന്നുന്നതെല്ലാം പൊന്നല്ല, നമ്മുടെ കൺവെൻറ്റിൽ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഫൈനലി നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ ഒരു പോളിഷ് ഉപയോഗിച്ച് നമ്മൾ വണ്ടിയുടെ ടയർ, അതായത് കാറിന്റെ ടയർ ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂട്ടിയുടെ ഫൈബർ പാർട്സും, അതുപോലെ തന്നെ സ്കൂട്ടിയുടെ ടയർ, അതിനുശേഷം ബൈക്കിന്റെ ടയർ, ഏറ്റവും ഫൈനലായിട്ട് നമ്മുടെ ചെരുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ ഒരു സംഭവം അടിച്ചിട്ട് നമ്മൾ തുടച്ച് ക്ലീൻ ആക്കി നമ്മൾ കാണിച്ചു തന്നു. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നല്ല രീതിക്കുള്ള ഷൈനിങ് ഉണ്ട്. പക്ഷേ ഞാൻ തീർത്തും പറയാം, അത്ര പോരാ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. ഈ സാധനത്തെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ബാംഗ്ലൂർ ടീംസ് ആണ് ഈ ഒരു സംഭവം കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് ഇപ്പൊ എന്റെ നാട് കണ്ണൂരാണ്. കണ്ണൂരിലെ പല റോഡുകളിലും ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് കുറച്ച് ആൾക്കാർ റോഡിന്റെ പക്കത്തൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ വണ്ടിയൊക്കെ പോകുമ്പോൾ അവര് നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ കൈ കാണിക്കും. ശേഷം ഈ പ്രോഡക്റ്റ് നിങ്ങളിലോട്ട് പരിചയപ്പെടുത്തും. അപ്പോൾ വാഹനങ്ങളെ പ്രേമിക്കുന്ന എല്ലാ ആൾക്കാരും ഇതിന്റെ മുകളിൽ കാണുന്ന സ്റ്റിക്കറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും വാങ്ങിപ്പോകും. ഞാനിപ്പോ പറയുന്നു, നമ്മളൊരു സാധനം റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു വ്ളോഗർമാരും ദയവ് ചെയ്ത് ഒരു എഫക്റ്റ് അല്ലാത്തൊരു സാധനം അല്ലെങ്കിൽ ഗുഡ് അല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിന് മാത്രമായിട്ട് ജനങ്ങളിലേക്ക് ബൂസ്റ്റ് ചെയ്യാതിരിക്കുക ദയവ് ചെയ്തിട്ട്. അത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. ഞാൻ തീർത്തും പറയാം, ഒരു സാധനം മോശമാണെങ്കിൽ നമ്മൾ അതിനെ മോശമാണെന്ന് തന്നെ പറയാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മൾ കാണിക്കണം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ. ഏതെങ്കിലും ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും തല്ലിപ്പൊളി പ്രോഡക്റ്റ് നമ്മൾ ജനങ്ങളിലോട്ട് ഒരിക്കലും നമ്മൾ ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു പോളിഷ് എന്ന് പറഞ്ഞാല് ഇവർ ഇതിന്റെ അകത്ത് കൊടുത്തത് ബൈക്കിന്റെ ഫോട്ടോ, അതുപോലെ തന്നെ കാറിന്റെ ടയർ, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ വരെ ഞാനിപ്പോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നമ്മളൊരു പോളിഷ് എന്നൊക്കെ പറഞ്ഞാല് ചുരുങ്ങിയത് കുറച്ച് ദിവസമെങ്കിലും നിൽക്കണം ഒരു പോളിഷ് എന്ന് പറയുമ്പോൾ.
അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2-3 ദിവസമെങ്കിലും. അത്ര പോലും ലാസ്റ്റിംഗ് ഇല്ല ഈ ഒരു സംഭവത്തിന് എന്ന് പറഞ്ഞാൽ. നമ്മൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു റബ്ബ് ചെയ്തത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ റബ്ബ് ചെയ്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം വന്നാൽ ഒരു 30 മിനിറ്റ് ഒക്കെ ഈ ഒരു സംഭവത്തിന്റെ റിസൾട്ട് ഉള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എന്തിനാണ് നമുക്ക്? ഇത് ഞാൻ വാങ്ങിയത് ഒരു 5-6 പേര്, ഞാൻ കരുതി അവരുടെ തൊഴിലല്ലേ, പിന്നെ നമുക്കൊരു ഉപകാരം. അങ്ങനെ ഞാൻ വണ്ടി നിർത്തി, ഞാൻ ചോദിച്ചു ആ ഒരു ബ്രോനോട്. ആദ്യം ഞാൻ അവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു നമ്മൾ ബാംഗ്ലൂർ ടീമാണ്, ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് ഈ ഒരു സംഭവം കച്ചവടം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കരുതി കുഴപ്പമില്ല. ഇപ്പൊ മലയാളി ചെറുപ്പക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം വീട്ടിലുള്ള അച്ഛനമ്മേണ്ടി പൈസ ഓൺലൈനിൽ പല സാധനങ്ങളും വാങ്ങി 1 മണിക്കും പോവാതെ അവരെ മുടിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇവരെ പോലുള്ള ആൾക്കാർ അധ്വാനിക്കുന്ന കാണുമ്പോൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അധ്വാനിക്കുന്ന ആൾക്കാർ. അപ്പൊ നമുക്കൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങി അവരെ സഹായിക്കാന്നുള്ള ഒരു ടെൻഡൻസിയാണ്. പക്ഷേ നമ്മൾ അതോടൊപ്പം നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു ഗുണവും കൂടെ നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ ഈ ഒരു ഒറ്റ ബോട്ടിലിന് അവര് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, 599 രൂപയാണ് ഇതിന്റെ മേലെ കൊടുത്ത പ്രൈസ്. ശേഷം അവർ എന്ത് ചെയ്തു, 399 രൂപക്ക് തരാന്നാ പറയുന്നത്. ആ പ്രൈസിൽ ഒരു ഡിസ്കൗണ്ട് ആണ്, 399 രൂപക്ക് ഇത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബാർഗെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഇത് ആ പൈസക്കൊന്നും പറ്റൂല. അങ്ങനെ ഞാൻ ബാർഗെയിൻ ചെയ്ത് ഏതാണ്ട് അവര് ഏറ്റവും ഫൈനലായിട്ട് 290 പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അങ്ങനെ 250-ലെത്തി, അതായത് 250 രൂപയിലെത്തി. അപ്പൊ ആ ബ്രോ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, 3 ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഞാനിത് 600 രൂപക്ക് തരാമെന്ന് പറഞ്ഞു. അതായത് 3 ബോട്ടിൽ എടുക്കുമ്പോൾ നിങ്ങൾ പറയണം 399 രൂപ ഒരു ബോട്ടലിന് പറഞ്ഞതിന്റെ റേറ്റ് ഞാൻ ഒരുപാട് തവണ അവിടെ ബാർഗെയിൻ ചെയ്ത് നിന്നപ്പോ കുറഞ്ഞ് 200-ലെത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 3 ബോട്ടിൽ അവര് 200 രൂപക്ക് തരണമെങ്കിൽ അവർക്ക് ഇത് എത്ര പൈസക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇനി ഏതൊരു കച്ചവടക്കാരായാലും അവരുടെ ലാഭമേ നോക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ഉപകാരം ഉണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സംഭവം ഞാൻ പിന്നെയും ചോദിച്ചു, ഒരുപാട് ബാർഗെയിൻ ചെയ്തപ്പോ അങ്ങനെ ഫൈനലി ഞാൻ പറഞ്ഞു 600 രൂപയൊന്നും നിനക്ക് തരാൻ പറ്റില്ല. അപ്പോ 580 പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും പറ്റില്ല. അങ്ങനെ ഒരുപാട് സമയം ബാർഗെയിൻ ചെയ്തു. അങ്ങനെ ഈ റൈറ്റിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. പടിയായിട്ട് നിങ്ങൾ റൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 580 പറഞ്ഞു, 570 പറഞ്ഞു, 550 പറഞ്ഞു, 530 പറഞ്ഞു. അങ്ങനെ ഫൈനലി 500 പറഞ്ഞിട്ടും ഞാൻ റെഡിയല്ല. ഞാൻ പറഞ്ഞു 3 എടുക്കുന്നില്ലേ, നമുക്ക് എന്തെങ്കിലും ആയിട്ട് കുറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി 490 പറഞ്ഞു, 480 പറഞ്ഞു. അങ്ങനെ ഏറ്റവും ഫൈനലായിട്ട് 450 രൂപക്കാണ് ഞാനിതാ ഈ 3 പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത്. ഈ സെയിം സാധനം 3 എണ്ണം ഞാൻ 450 രൂപക്കാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് മേടിച്ചെടുത്തത്, ഈ ഒരു 3 എണ്ണം. പക്ഷേ ഞാൻ പറയാം, ഇതിനെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ റോഡരിയിൽ കണ്ട് വാങ്ങുമ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ കൊടുക്കുന്നത് പൈസക്കാണ്. എനിക്കിപ്പോ ഈ ഒരു സംഭവം വാങ്ങിയിട്ട് പക്ക വേസ്റ്റ് ആണ്, സത്യം പറയാം. പക്ക വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക വേസ്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി, നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരാണ്, നമ്മുടെ പ്രേക്ഷകരോട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരിക ചെയ്യുന്നത്, നിങ്ങളിലോട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ പ്രേക്ഷകരായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഗുഡ് പ്രോഡക്റ്റ് വാങ്ങണം എന്നുള്ള കാര്യം നമുക്ക് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷം നമുക്കും കൂടെ വരും. അപ്പൊ ഞാൻ ഇവിടെ വെച്ചേക്കാം, ഈ ഒരു 3 പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് 450 രൂപക്കാണ്. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞാൽ ഒരു മരുന്നിന് കൊള്ളാത്ത ഇതുപോലൊരു സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്ന ആരും ഇല്ലാന്നൊന്നും പറയണ്ട, ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ജനങ്ങളെ ചതിക്കരുത്. കാരണം അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂസും നിങ്ങൾക്കുള്ള വിലയും അപ്പോൾ അവിടെ പോകും. നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് അവർ തരുന്ന ആ ഒരു പൈസ മാത്രമായിരിക്കും, അതൊരു ലാഭമല്ല. പൊന്മുട്ടയിടുന്ന താറാവിനെ പിടിച്ച് അർത്ഥ ഒരു കഥയുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അത് അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് വരുമാനം തരുന്ന ഒരു ചാനലാണ് നിങ്ങളതെങ്കിൽ ഇതുപോലുള്ള തല്ലിപ്പൊടി ചില പ്രോഡക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്യും, പൈസ തരും നിങ്ങൾക്ക്. അപ്പൊ ആ പൈസയും കൊണ്ട് നിങ്ങൾ വാങ്ങി ഈ പ്രോഡക്റ്റിനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരിക. നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ദിനംതോറും വരുമാനം കിട്ടുന്നതായിരിക്കും. ഒരൊറ്റ പ്രോഡക്റ്റിന് നിങ്ങൾ വാങ്ങിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് മാസാമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വരുമാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അപകടമുള്ള ഒരു കാര്യമാണ്, വലിയ നഷ്ടമാണ് അത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം,
ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പക്ക നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിന്നൊക്കെ വാങ്ങുക. അവിടെയൊക്കെ റൈറ്റിംഗ് നോക്കുക എങ്ങനെയാണെന്നുള്ള 5 സ്റ്റാർ ഉള്ളത് മാത്രം നിങ്ങൾ വാങ്ങുക. എനിക്ക് അനുഭവമുണ്ട്, ആമസോണിൽ നിന്നൊക്കെ വാങ്ങിയ സംഭവങ്ങൾ ഇതുവരെ ഒരു പണിയും തന്നിട്ടില്ല. പക്ക നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്നാൽ കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ലോക്കൽ ബ്രാൻഡ് ഇതേപോലെ ഇതൊക്കെ തല്ലിപ്പൊളി സാധനം ഒന്നുമില്ല. ഇതിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഏതെങ്കിലും കുറച്ച് സോപ്പുകളൊക്കെ വെച്ചതാണെന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നു. അതായത് നമ്മൾ അടിക്കുമ്പോൾ മാത്രമുള്ള ആ ഒരു ഷൈനിങ് മാത്രം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുമില്ല, സാധാ പോലെയാവും ടയറും കാര്യങ്ങളൊക്കെ. അത്രയും ചീപ്പ് ക്വാളിറ്റി സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എത്ര പൈസ തരാന്ന് പറഞ്ഞാലും കുറച്ച് തരാന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതുപോലുള്ള പ്രോഡക്റ്റ് വാങ്ങരുത്. ഇപ്പൊ ഹൈവേയിലൊക്കെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ഞാനും ആദ്യം ചിന്തിച്ചത് നമ്മൾ മലയാളികളൊക്കെ മടിയന്മാരെ എപ്പോഴും കുറ്റം പറഞ്ഞ് ശീലിച്ച ആൾക്കാരാണ്. പോട്ടെ, സാരമില്ല. അപ്പം ആ ഒരു സമൂഹത്തിൽ പണിയെടുക്കാത്ത ഒരുപാട് ചെറുപ്പക്കാരുള്ള സമൂഹത്തിൽ അവരെ പോലുള്ള ആൾക്കാർ അധ്വാനിക്കുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതുപോലൊരു സംഭവം നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൂസ്റ്റ് ചെയ്യാനല്ല, നമ്മൾ നിങ്ങളോട്ട് ഫോർവേഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് വാങ്ങി ഉപയോഗിച്ചപ്പോഴാണ് മനസ്സിലായത് പക്ക പോക്കായിട്ടുള്ള സാധനമാണെന്നുള്ള കാര്യം. ടെസ്റ്റ് ചെയ്തു, പല സംഭവത്തിലും ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഇതുപോലൊരു തല്ലിപ്പൊളി പ്രോഡക്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ മുടക്കിയിട്ടാണ് നിങ്ങൾ അത് വാങ്ങുന്നത്. സോ നല്ല പ്രോഡക്റ്റ് കിട്ടണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ആമസോണിലൊക്കെ സെർച്ച് ചെയ്യുക, ഒരുപാട് ആൾക്കാർ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നേരിട്ട് പോവുക, പറ്റുകയാണെങ്കിൽ ഷോപ്പിൽ നേരിട്ട് പോയി അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങുക. ഇൻ കേസ് ഇപ്പൊ ഈ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ പൈസ ഞാൻ കൊടുത്തു, ഇനിയിപ്പോ എനിക്ക് അവരെ പിടിക്കാൻ യാതൊരുവിധ വഴിയുമില്ല. ഈ ഒരു പ്രോഡക്റ്റ് അൺക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ഞാനിപ്പോ എവിടെ പോയിട്ട് അവരെ പിടിക്കും? ഉദാഹരണത്തിന് ഇപ്പൊ ആമസോണിലോ അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷോപ്പിലാണെങ്കിൽ തിരിച്ചേൽപ്പിക്കാം, ഈ പ്രോഡക്റ്റ് ഗുഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ നഷ്ടം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും. ഇപ്പൊ ഇതുപോലെ തെരുവോരത്ത് നിന്ന് വിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് എവിടെ നിന്ന് പിടിക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് എന്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ള കാര്യം, നമ്മുടെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്വന്തം, നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ നമ്മുടെ ഫാമിലിനോട് പറയാം, ഇതുപോലുള്ള ഒരു പ്രോഡക്റ്റും വഴിയരികിൽ കണ്ടാൽ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ കാറിന്റെ സ്ക്രാച്ച് ഒക്കെ പോകുന്ന സാധനവും ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. ഒരിക്കലും വാങ്ങരുത്. പക്ക തട്ടിപ്പായിട്ടുള്ള സാധനങ്ങളാണ്. നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം വേണമെങ്കിൽ അതാത് ഷോപ്പിൽ പോവുക, അല്ലെങ്കിൽ ആമസോണിലൊക്കെ നല്ല സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇതുപോലുള്ള ഒരു പ്രോഡക്റ്റും നിങ്ങൾ വാങ്ങാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ പക്ക തല്ലിപ്പൊളി സാധനം. ഇപ്പൊ ഈ 3 എണ്ണം എന്റെ കയ്യിൽ ഇരിക്കുന്ന ഇതിലും ഏതാണ്ട് 3/4 ഭാഗത്തോളുണ്ട്. ഇത് പൊളിച്ചിട്ടില്ല, ഫ്രഷ് ആണ്. അതുപോലെ തന്നെ ഇതും ഫ്രഷ് സാധനം. അപ്പൊ ഈ 3 ബോട്ടിലും സത്യത്തിൽ പറഞ്ഞാൽ പക്ക വേസ്റ്റ് ആണ്. പക്ക വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക വേസ്റ്റ്. ഇപ്പൊ അവരെ എനിക്ക് പിടിക്കാനോ ഈ ഒരു സംഭവം റിട്ടേൺ ചെയ്യാനോ എനിക്ക് ഒരിക്കലും പറ്റില്ല. അവരിനി എവിടെയുണ്ടോ എങ്ങനെയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇനി അവരെ കണ്ടാൽ തന്നെ അവരിപ്പോ പറയുന്നു ഞാൻ നിനക്ക് ഇത് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനിത് അവർ തരുന്നത് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഒരു ഷോപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ആമസോൺ പോലെ ഒരു വെബ്സൈറ്റിലാണെങ്കിലോ ഒരിക്കലും അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ചതിക്കുഴിയിൽ പോയി വീഴരുത്. ഇതുപോലുള്ള തല്ലിപ്പൊളി പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വാഹനത്തിനെ പ്രേമിക്കുന്ന വാഹന പ്രേമികൾക്ക് ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പലതരത്തിലുള്ള പ്രോഡക്റ്റ് അവർ ചിന്തിക്കുന്നത് എന്റെ വാഹനം നല്ല രീതിക്ക് ഷൈനായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഓടിക്കുന്ന വാഹനം നല്ല ഗുഡായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പാവപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ചാത്തൻ സാധനങ്ങൾ ഒരിക്കലും വാങ്ങി ഉപയോഗിക്കരുത്. നിങ്ങളുടെ വണ്ടിക്ക് തന്നെ പ്രശ്നമാണത്, സത്യം പറയാം. അപ്പോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുത്തത്, ഒരുപാട് ആൾക്കാർ ഹൈവേന്റെ പരിസരത്തൊക്കെ നിന്നിട്ട് ഈ ഒരു ചാത്തൻ സാധനം മേടിക്കുന്നുണ്ട്. എന്റെ പൊന്ന് സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെ, ആരും തന്നെ ഈ ഒരു സംഭവം വാങ്ങാനോ ഉപയോഗിക്കാനോ ഒരിക്കലും നിൽക്കരുത്. കാരണം പക്ക തല്ലിപ്പൊളി സാധനം എന്ന് പറഞ്ഞാൽ പക്ക തല്ലിപ്പൊളി സാധനം. പൈസ മുടക്കിയിട്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പറഞ്ഞു തരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ് 100% ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ചാത്തൻ സാധനമാണ്, അല്ലെങ്കിൽ ഇത് തല്ലിപ്പൊടി ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം. എനിക്കിപ്പോ 450 രൂപ നഷ്ടമാണ് എനിക്ക് ഈ 3 ബോട്ടിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും പൈസ ഒക്കെ പറഞ്ഞ സാധനം 3 ബോട്ടിൽ അവർ തന്നത് 450 രൂപക്കാണെങ്കിൽ എത്രത്തോളം ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു സാധനം. നല്ല സാധനം ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടൂല. അപ്പൊ ഒന്നിന്റെ റേറ്റ് എത്രയാ വരുന്നത്? അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള ചാത്തൻ സാധനങ്ങൾ തെരുവോരങ്ങളിൽ ഒരുപാട് ആൾക്കാർ വിൽക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ വണ്ടിയുടെ കാറിന്റെ ഒക്കെ ടയർ പോളിഷോ അല്ലെങ്കിൽ ബോഡി പോളിഷോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ ആമസോണിൽ കയറി വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയാ ഒരു ഷോപ്പുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല സാധനങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ണൂർ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, തല്ലിപ്പൊടി. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ടാവും ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങുന്നത്?
അപ്പൊ അതുകൊണ്ട് ഇതാ പക്ക ചീപ്പ് ക്വാളിറ്റി സാധനമാണ്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് വാങ്ങി ചതിക്കുഴിയിൽ വീഴാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കോ മാക്സിമം അയച്ചു കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ്. ആരും തന്നെ അനാവശ്യമായ രീതിയിൽ പൈസ മുടക്കിക്കൊണ്ട് ചീപ്പ് ക്വാളിറ്റി സാധനം വാങ്ങാനല്ല നമ്മുടെ പൈസ. അതൊക്കെ അവരുടെ വീട്ടിൽ വെച്ചോട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരിലേക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കുള്ള റിസൾട്ട് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള സാധനം വാങ്ങി ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരിലേക്ക്, നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ആൾക്കാരിലേക്ക് നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും അവർ വാങ്ങി ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും.